ഒരു ഡോറിന്റെയും നേരെ കിണറോ ഈ പറയുന്ന സെപ്റ്റിക് ടാങ്കോ വരാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഗേറ്റിന്റെ നേരെയും കിണറും ഈ പറയുന്ന സെപ്റ്റിക് ടാങ്കോ മറ്റു കുഴികളോ ഒന്നും വരാൻ പാടില്ല. നോർത്ത് ഈസ്റ്റ് കട്ടാകുമ്പോൾ അത് സ്വാഭാവികമായും ആ വീട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നതായിട്ടാണ് ഫംഗ്ഷനിൽ കണക്കാക്കുന്നത്. ഒരു വീടിന്റെ സൗത്ത് വെസ്റ്റ് കട്ടായി പോയാൽ അത് ആരെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഗൃഹനാഥയെ ബാധിക്കും. നമസ്കാരം, നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത വാസ്തു ഫുങ്ഷുയി കൺസൾട്ടന്റ് ആയ സുരേഷ് സാറാണ്. നമസ്കാരം സാർ. സാർ 20 വർഷമായല്ലോ ഫീൽഡിൽ നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ ചിലരൊക്കെ വീട് പണിയുമ്പോൾ അവരുടെ മെയിൻ ഡോർ വരുന്നത് ഒരു കിണറിനോ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിനോ മുമ്പിലായിട്ടായിരിക്കും. അപ്പൊ അതൊരു പ്രശ്നമാണോ? തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ്. അപ്പൊ നമ്മള് ഒരാള് മനഃപൂർവ്വം അങ്ങനെ ചെയ്യില്ല. ചിലര് അറിഞ്ഞോ അറിയാതെയോ അത് സംഭവിച്ചു പോയിട്ടുള്ളതാണ്. അപ്പം അതില് രണ്ട് രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് വാസ്തു നോക്കുന്നത്. ഒന്ന് പാരകത്തിന്റെ വാസ്തുവും ഒന്ന് ഫെങ്ഷുയി പ്രകാരം. അപ്പൊ ഫെങ്ഷുയിൽ പറയുന്നുണ്ട് ഇതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറിൽ നല്ല വാട്ടർ സ്റ്റാർ നമ്പറുള്ള സ്ഥലത്താണ് ഈ കിണർ വന്നിരിക്കുന്നതെങ്കിൽ അവരത്രത്തോളം അത് ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് എന്താണ് അവിടുത്തെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്നും അതിൽ വാട്ടർ സ്റ്റാർ നമ്പർ ഏതാണെന്നുള്ളത് ആ വീട് കൺസൾട്ട് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റും. ഒരാൾ വിളിച്ചിട്ട് സാറേ എൻ്റെ വീട് കിഴക്കാണ്, എൻ്റെ വീടിന്റെ നേരെ വാതിന്റെ ഫ്രണ്ടിൽ ഒരു കിണറുണ്ട്, അത് അവിടുത്തെ ഫ്ലൈങ് സ്റ്റാർ കറക്റ്റ് ആണോ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റും. കാരണം ആ വീട്ടിൽ ചെന്നിട്ട് ആ വീട് പണി കഴിപ്പിച്ച കാലഘട്ടവും അതിന്റെ കൃത്യമായിട്ടുള്ള ഡിഗ്രിയും കിട്ടിയാൽ മാത്രമേ ആ ഫ്ലൈങ് സ്റ്റാർ എടുക്കാൻ പറ്റൂ. എന്നിട്ട് അതിൽ ആ 45 ഡിഗ്രിക്ക് അകത്ത് അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെ അത്തരം കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പൊ ഇതിൽ നമുക്ക് മറ്റുള്ള ഒരു ഇത് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോറിന്റെയും നേരെ കിണറോ ഈ പറയുന്ന സെപ്റ്റിക് ടാങ്കോ വരാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഗേറ്റിന്റെ നേരെയും കിണറും ഈ പറയുന്ന സെപ്റ്റിക് ടാങ്കോ മറ്റു കുഴികളോ ഒന്നും വരാൻ പാടില്ല. അതാണ് പല വീടുകളിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളത്. ചില വീടുകളിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് കാർ പോർച്ചിനകത്ത് ചിലപ്പോൾ സെപ്റ്റിക് ടാങ്ക് ചെയ്തിട്ടുള്ള വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്തരമുള്ള വീടുകൾ ഇപ്പോൾ അവർ ചെയ്തു പോയി ചിലക്കെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്ഥലങ്ങളേ ഉള്ളൂ. ഇത്ര സെന്റ്, 2 സെന്റ്, 3 സെന്റ്, 5 സെന്റ് അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. അപ്പൊ അത്തരം സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മളത് ഫെങ്ഷുയുടെ ഫ്ലൈങ് സ്റ്റാർ നമ്പറും നോക്കി വാസ്തുവും നോക്കി ചില പിരമിഡ് വാസ്തുവൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിന് പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഓരോ വീടിനും നമ്മൾ അവിടെ ചെന്ന് കണ്ടിട്ടാണ് പറയുന്നത്, കൺസൾട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നുണ്ടല്ലോ, അത് നമ്മൾ കൺസൾട്ടിങ്ങിനും പോകുന്നുണ്ട്. അപ്പൊ ഇതില് പലതും നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഒരിക്കൽ അവർ വിളിച്ചിട്ട് പറയുന്നു സാറേ എന്റെ വീടിന്റെ ഇന്നടുത്ത് ഇന്ന പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ നിങ്ങളുടെ കാര്യം ഇന്നത് ചെയ്യൂ എന്ന് പറയുന്നു. ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയും സാർ ഒന്ന് വരാവോ എന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ അവിടെ കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോൾ ഇവര് പറഞ്ഞ ദിക്കിലല്ല ഈ പ്രോബ്ലം നിൽക്കുന്നത്. മനസ്സിലായില്ലേ? പലർക്കും ദിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിക്കും വിധിക്കുമുണ്ട്. അതായത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് ഇതൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളെയാണ് ദിക്കുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ചില വീടുകൾ, ഇപ്പൊ ലക്ഷക്കണക്കിന് വീടുകൾ അത്തരത്തിലുണ്ട്. ചില വീടുകളുടെ സൗത്തും വെസ്റ്റും കൂടി ചേർന്ന സൗത്ത് വെസ്റ്റ് അതായിരിക്കും അവരുടെ നേരെ ഫ്രണ്ട് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോർണറിൽ വരേണ്ട സ്ഥലമാണ്. അതായത് സൗത്തും വെസ്റ്റും കൂടി ചേർന്ന കോർണറാണ് സൗത്ത് വെസ്റ്റ് വരേണ്ടത്. ചില വീടിന്റെ പ്ലാൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചില വീടിന്റെ സെന്ററിൽ നമ്മൾ കോമ്പസ് കൊണ്ട് വെച്ച് നോക്കുമ്പോൾ അതിന്റെ കറക്റ്റ് സെന്ററിലായിരിക്കും ഈ സൗത്ത് വെസ്റ്റ് നിൽക്കുന്നത്. അപ്പൊ അത്തരം വീടുകളിൽ ഇവർക്കിത് ഫോണിൽ കൂടെ പറഞ്ഞാൽ ഇവർ മൊത്തം തെറ്റായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മൾ ഫോണിൽ കൂടെ ഒരു പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ റിസൾട്ട് കിട്ടണമെന്നില്ല. ദിക്കിലെ വീടുകളാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് വിധിക്കലെ വീടുകൾ ഭൂരിഭാഗവും നമ്മൾ അവിടെ ചെന്ന് കൺസൾട്ട് ചെയ്തേ ഉള്ളൂ. വിധിക്കെന്ന് ആദ്യമായിട്ട് സംസാരം കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ എന്റെ പ്ലാൻ കിട്ടുമ്പോഴേ അറിയത് വിധിക്കാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് കണക്കെടുക്കണമെങ്കിൽ അവിടെ വന്നിട്ട് ചെയ്യാനാണ് സാധിക്കുന്നത്. സാർ, ഇത് എങ്ങനെയായിരിക്കും വീട്ടിലുള്ളവരെ ബാധിക്കുന്നത്? അത് വീട്ടിലുള്ളവരെ ബാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുവിന്റെ പൊതുവായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗം കട്ടായി പോയി കഴിഞ്ഞാൽ ആ വീട്ടില് അഭിവൃദ്ധി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അതായത് വീടിനെ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ അതിനകത്തൊരു വാസ്തുപുരുഷൻ ഉണ്ടെന്നും ആ വാസ്തുപുരുഷൻ അതിനകത്ത് കിടക്കുന്നതായിട്ടും അദ്ദേഹത്തിന്റെ ശിരസ് വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നതായിട്ടുമാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പൊ ഈ വടക്ക് കിഴക്ക് ഭാഗം കട്ടായി പോകുമ്പോൾ സ്വാഭാവികമായും ശിരസ് ആണ് കട്ടായി പോകുന്നത്. ഇപ്പൊ ഒരു കൈ ഇല്ലാത്ത ഒരാളും കാലില്ലാത്ത ഒരാളും ഒരുപക്ഷെ വേണമെങ്കിൽ ജീവിക്കാം. ശിരസ് കട്ടായി പോയി കഴിഞ്ഞാൽ വീടിന്റെ അഭിവൃദ്ധി പോകും, വീടിന്റെ മൊത്തത്തിലുള്ള താളം തെറ്റും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു കാരണവശാലും നോർത്ത് ഈസ്റ്റ് ഭാഗം കട്ടായി പോകാൻ പാടില്ല. അതൊരു വാസ്തു കാര്യമാണ്. പിന്നെ ഇത് ഏത് വ്യക്തിയാണ് ബാധിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ഒരു ഫെങ്ഷുയി പ്രകാരം പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് കട്ടാകുമ്പോൾ അത് സ്വാഭാവികമായും ആ വീട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നതായിട്ടാണ്
ഫംഗ്ഷനിൽ കണക്കാക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പൊ ഒരു വീടിന്റെ സൗത്ത് വെസ്റ്റ് ആണ് കട്ടായി പോയത്. ഒരു വീടിന്റെ സൗത്ത് വെസ്റ്റ് കട്ടായി പോയാൽ അത് ആരെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഗൃഹനാഥയെ ബാധിക്കും. ഇപ്പൊ ഒരു വീട്ടിലോട്ട് ചെന്നിട്ട് ആ വീടിന്റെ ഇത് പ്ലാൻ നോക്കിക്കൊണ്ട് ആ വീട്ടിലെ ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്, അവരുടെ വീട്ടിന്റെ തൊഴിൽപരമായിട്ട് അവർക്ക് എന്താണ് ഗുണം, അല്ലെങ്കിൽ മൂത്ത മകന്റെ അവസ്ഥ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് ആ വീടിന്റെ വാസ്തു നോക്കി പറയാൻ പറ്റും. അത് അവരൊന്നും പറയേണ്ട കാര്യമില്ല. അത് നമുക്ക് എവിടെയായാലും വീടിന്റെ വാസ്തു നോക്കി അത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ എപ്പിസോഡ് കാണുന്നവര് മനസ്സിലാക്കേണ്ടത് നമുക്ക് കുറെ കാര്യങ്ങൾ റെമഡീസ് വഴി ഇതിൽ റെമഡീസ് എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫുങ്ഷോയിൽ നമുക്ക് രണ്ട് രീതിയിലാണ് റെമഡികൾ വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ചില എലമെന്റുകൾ ഉപയോഗിച്ചുണ്ട്, അതായത് ഒരു പഞ്ചഭൂത തത്വം ഫുങ്ഷിക്കകത്തുണ്ട്, അതിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതില് നമ്മുടെ വാസ്തുവിൽ പറയുന്നത് ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം എന്നായിട്ടാണ് പറയുന്നത്. ഫുങ്ഷോയിൽ അങ്ങനെയല്ല. ഫുങ്ഷോയിൽ ഭൂമിയുണ്ട്, അഗ്നിയുണ്ട്, ജലമുണ്ട്. വായുവും ആകാശവും ഇവിടെ വുഡും മെറ്റലുമായി മാറിയാണ്. അപ്പൊ ഇത് നമുക്ക് എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന 5 എലമെന്റ്സ് ആണ്. ഈ 5 എലമെന്റ്സ് നമ്മുടെ 9 സ്ഥലങ്ങളിലായിട്ടുണ്ടെന്നുള്ളത്. അതായത് 8 ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് ഈ 5 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഏത് എലമെന്റ് ആണോ മിസ്സിംഗ് ആയിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. അത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ റിസൾട്ടും വരും. ഇപ്പൊ ഒരു പ്രശ്നം പറഞ്ഞു, ആ പ്രശ്നം പറഞ്ഞിട്ട് അതിനൊരു പരിഹാരവും പറഞ്ഞു. ആ പരിഹാരം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവണം, എന്നാലേ അതിന് കാര്യമുള്ളൂ. അപ്പൊ അത് എലമെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില ആൾക്കാർ പറയും എനിക്ക് ഇതുപോലെ ചിത്രങ്ങളും രൂപങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ നമുക്കിത് ഫെങ്ഷുയി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. 5 എലമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫെങ്ഷുയി ബാലൻസ് ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽസ് ബോൾ ഉണ്ട്, നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ക്ലസ്റ്ററുകളുണ്ട്, അമിത്തിസ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള സ്റ്റോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫെങ്ഷുയി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്ലാന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ലക്കി ബാംബോ, ഗ്രീൻ ജേഡ്, അങ്ങനെയുള്ള വുഡ് എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫെങ്ഷുയി ചെയ്യാൻ പറ്റും. അടുത്തത് റെഡ് കളറുകൾ ഉപയോഗിച്ചുകൊണ്ട്, റെഡ് ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അഗ്നിയുടെ സാന്നിധ്യം കൊടുത്തുകൊണ്ട് ഫെങ്ഷുയി ബാലൻസ് ചെയ്യാൻ പറ്റും. അടുത്തത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ എനർജി. ഇപ്പൊ ഒരു പെൻഡുലം ക്ലോക്ക് അതിന്റെ ഒരു മെറ്റൽ എനർജി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 6 റോഡ് വിൻ ചെയ്യും, അതൊക്കെ മെറ്റൽ എനർജിയാണ്. അപ്പൊ നമ്മൾ എത്ര എണ്ണം പറഞ്ഞു? പിന്നെ എർത്ത് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് മെറ്റൽ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് വുഡ് പറഞ്ഞു, ഫയർ പറഞ്ഞു. 5ാമത്തെ ഒരു എലമെന്റ് ആയിട്ട് നമുക്ക് വാട്ടറിനെ എടുക്കണം. ഇപ്പൊ ഒരു സ്ഥലത്തിന്റെ ഒരു ജലത്തിന്റെ സാന്നിധ്യം, അത് അതിൻ്റെ ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്, ഓരോന്നിനും ഓരോ ദിക്കുകളുണ്ട്. അതാത് സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. സ്ഥാനം മാറി ഇരുന്നാൽ ഗുണത്തെക്കാളേറെ ദോഷവും ഉണ്ടാവും. അപ്പോ ഇന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം സാറ് പറയുന്നത് ഇപ്പം അങ്ങനെ വീട് വെച്ച് ഉള്ളവർക്ക് അല്ലേ, അവർക്ക് സാറ് ഡയറക്റ്റ് കൺസൾട്ടേഷൻ സാറ് ചെയ്യുന്നതായിരിക്കും. അതെ, നമുക്ക് ആ വീട്ടിൽ ചെന്നിട്ട് അതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തുകൊണ്ട് അതിന്റെ പരിഹാരങ്ങൾ ചെയ്യാം. അതിന്റെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അവിടെ റിസൾട്ട് വരും. പിന്നെ 100 വീട് ചെയ്താൽ 100 വീടിനും റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 വീടിനും ഒരുപക്ഷെ റിസൾട്ട് കിട്ടിയെന്നിരിക്കത്തില്ല. ഇതിൽ ചിലപ്പോൾ ഒരു 2 or 3 വീടുകൾക്ക് ഒരുപക്ഷെ റിസൾട്ട് കിട്ടത്തില്ല. അത് മറ്റു പല കാരണങ്ങളുണ്ടാവും. ചിലരുടെ കർമ്മത്തിന്റെ ഫലങ്ങളായിട്ടും അങ്ങനെ വരാനായിട്ട്. പക്ഷെ ബാക്കിയുള്ള 95% വീടുകൾക്കും റിസൾട്ട് ഉണ്ട്. ഇപ്പൊ 2 or 3 or 5 വീടുകൾക്ക് റിസൾട്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഈ സയൻസ് റിസൾട്ട് ഇല്ലാത്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർ ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യാനായിട്ട് താഴെ കോൺടാക്ട് നമ്പർ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ ഡൗട്ട്സ് കമൻസിലൂടെ അറിയിക്കുക. തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.